ഈ ഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള യുവജന വിരുദ്ധ നയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും തുടർന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ നമുക്കാർക്കും സമരങ്ങളല്ലാതെ മറ്റൊരു മാർഗം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ, ഇന്നലെ ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അവിടത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു, പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. കാരണം പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കാൻ വേണ്ടിയുള്ള സമീപനം, റെയിൽവേ ഇത്രയധികം കേരളത്തോട് അവഗണനയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന നിലയിലുള്ള തീരുമാനങ്ങളും സ്വീകരിച്ചു കൊണ്ട് പോകുമ്പോൾ മുമ്പും അത്തരം വിഷയങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ സമരപോരാട്ടങ്ങൾക്ക് നാളെയും അടുത്ത ദിവസങ്ങളിലും നേതൃത്വം നൽകാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ ഡിവിഷനിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും മാർച്ച് സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിനകത്തുണ്ടായ ഏറ്റവും വേദന നിറഞ്ഞ വാർത്ത ഇന്നലെ പുറത്തു വന്നു. കേരളത്തിലെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ആ ചെറുപ്പക്കാരനെ ഭീകരമായി മർദ്ദിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുണ്ടറയിൽ സിയാദിൻ്റെ സംഭവം. കസ്റ്റഡിയിൽ എടുക്കുക, ഒരു കേസുമില്ലാതെ കസ്റ്റഡിയിലേക്ക് എടുക്കുക, FIR രേഖപ്പെടുത്താതിരിക്കുക, രാവിലെ മർദ്ദിച്ച ശേഷം പറഞ്ഞു വിടുക. എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെ മനുഷ്യത്വ വിരുദ്ധ സമീപനം, രമേശ് ചെന്നിത്തലയുടെയും VD സതീഷിൻ്റെയും പോലീസ് സ്വീകരിക്കുന്ന സമീപനം, ഇതിനെല്ലാം എതിരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ദിവസങ്ങളാണ് വരുന്നത്. അതിനുവേണ്ടി കൂടുതൽ ശക്തമായി നമുക്ക് മുമ്പോട്ട് പോകണം. സമ്മേളനം കഴിഞ്ഞ് ഇവിടെ എത്തിയ ഘട്ടത്തിൽ പുതിയ ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ജില്ലയിലെ പ്രിയപ്പെട്ട സഖാക്കൾ എനിക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഏറെ സന്തോഷം നൽകുന്നത് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരൻ, സമര പോരാളിയാണ്. അഭിജിത് ദീപ്കയ്ക്കും സോനം വാങ്ചുക്കിനും ഒപ്പം CJP ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾക്കൊപ്പം SFIയുടെ സമരത്തിന് നേതൃത്വം നൽകി നിരാഹാരം കിടന്ന രാജ്യത്തിന്റെ സമര പോരാളി, പുതിയ തലമുറയുടെ പ്രതീക്ഷ, രാജ്യത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിനെ വിറപ്പിക്കുന്ന നേതൃത്വമായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഖാവ് ആദർശം സജി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന കാലത്ത്, എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഞാൻ ആവേശത്തോടു കൂടി നോക്കി നിന്ന പ്രിയപ്പെട്ട സഖാവ് അജയപ്രസാദിൻ്റെ രക്തസാക്ഷിത്വം, ആ അജയപ്രസാദിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തി ആര്യ പ്രസാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനുമായി വളരെയധികം വ്യക്തിബന്ധമുള്ള, കൊല്ലത്തെ സമരങ്ങളിലും ഡിവൈഎഫ്ഐയുടെ സമര മുഖങ്ങളിലെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്ന വിഘ്നേഷ് ഉൾപ്പെടെയുള്ള സാധാരണ ശക്തമായ നിലപാടെടുക്കുന്ന പ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും വളരെ ആവേശത്തോടു കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ ഏറ്റവും മനസ്സിൻ്റെ ഉള്ളകത്ത് നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങൾ നമുക്ക് ശക്തമായ പോരാട്ടങ്ങൾക്കുള്ള ദിവസങ്ങളാണ്. അതിനെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനം.